ആമി പഠിച്ച അക്ഷരങ്ങൾ ഇവിടെ എഴുതിക്കേ. ഏതൊക്കെയാ പഠിച്ചെന്ന് വെച്ചാൽ അതൊക്കെ എഴുത്. എഴുത്. അതേതാ? വേറെ പഠിച്ചത് എഴുതിക്കേ. നീ ഇത് എഴുതിക്കേ ഇവിടെ. അതെന്താ? നീ താഴെ എഴുതിക്കേ. എടി നീ പഠിച്ചതെല്ലാം നീ ഇവിടെ എഴുത്. ഇന്ന് പഠിച്ചത് എഴുതിക്കേ. നിനക്ക് ഇതൊക്കെ ഏതക്ഷരാന്ന് അറിയാമോ? എനിക്ക് ഈ അച്ഛനാരി ഈ മാച്ചിക്ക് വായില് വെച്ചാ ഈ മാച്ചിക്ക് അറിയാണ്. അതുകൊണ്ട് വയലിച്ച് എന്റെ പോക്കറ്റിൽ ഇത് ഉടുങ്ങി പോയിട്ട് ഇവിടെ ഇവിടെ നോക്ക്. ഈ അക്ഷരം എഴുതിയത് പറ. ഇവിടെ നോക്ക്. ഇവിടെ നോക്ക്. വേറെ എന്താ പഠിപ്പിച്ചെന്ന് വെച്ചാൽ എഴുതിക്ക്. ഇത് എന്നാന്ന് എഴുതിയേക്കണേ? ഇതേതാ അക്ഷരം? ഇതോ? അപ്പൊ ഇതോ? ഇതെല്ലാം തായാണോ? ഇന്ന് ടീച്ചർ ഇതാണോ പഠിപ്പിച്ചേ? ആണോ ആമി? ഇവിടെ നോക്കിക്കേ. എടി നീ എങ്ങനെയാടി ആമി ഇത്? ഇതേതാ അക്ഷരം ആമി? എടി നീ എഴുതി പഠിക്കടി. ആമി ഇവിടെ നോക്കിക്കേ. അക്ഷരം എഴുതി പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങ് നോക്ക്, നമുക്ക് പഠിക്കാൻ പറ്റൂല. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ക്ലാസ്സിൽ ഏറ്റവും ബാക്കിലായി പോകും. പിന്നെ തോറ്റു പോകും. പിന്നെ അടുത്ത ക്ലാസ്സിട്ട് ജയിക്കാൻ പറ്റില്ല. അപ്പൊ നാണാവും. അയ്യോ അതിനല്ല. ജോലിക്ക് പോണോ നിനക്ക്? നീ തന്നെ ബിസിനസ് ചെയ്യുവാണോ ജോലിക്ക് പോവാണോ? ആണോ? സ്കൂളിൽ പഠിക്കുന്ന പള്ളിയില് അവിടെ ഒരു 8 വള കൊമ്പുണ്ട്. അടിയില് ഇന്ന് അടിയില് ചുട്ടിപ്പോ തോറ്റു പോണ അവിടെ. തോറ്റു പോവോ? എടി ആമി നോക്കി, ജോലിക്ക് പോണം നിനക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലേ? അമ്മ ഇന്നോട്ട് എന്താ ജോലി വന്നതാ? ഒരു ഇടുക്കി കമ്മലില് ഒരു മിഠായി. അത് അമ്മ എന്റെ ജോലിക്ക് വരുമോ? എടി നിനക്ക് പറഞ്ഞേക്ക, നിനക്ക് ജോലിക്ക് പോണെങ്കിൽ ആദ്യം നീ പഠിക്കണം. പഠിക്കാതെ ജോലി കിട്ടൂല. എടി പറഞ്ഞ മനസ്സിലായോ? നീ പഠിച്ചില്ലെങ്കിൽ, നിനക്ക് ജയിച്ചില്ലെങ്കിൽ ആരും നിനക്ക് ജോലി തരൂല. പഠിക്കണമെങ്കിൽ ആദ്യം അക്ഷരം എഴുതി പഠിക്കണം. പിന്നെ ഇത് വായിക്കാൻ പഠിക്കുക ഒക്കെ ചെയ്യണം. അങ്ങനെ വേണം. അതുകൊണ്ട് നീ പഠിച്ച അക്ഷരങ്ങളൊക്കെ അവിടെ എഴുതിക്ക്. ഇതല്ല അക്ഷരം, ഇത് അയച്ചണം. അതേതാ അക്ഷരം? അതിങ്ങനെ ചുട്ടി വരയ്ക്കില്ല കുഞ്ഞിട്. നീ ഇവിടെ വരച്ചാ മതി. നീ കയ്യില് കാണിക്കണ്ട. നീ ഇവിടെ വരയ്ക്ക്. ഇത് നീല പോലെ എഴുതിയിരിക്കണം. ഉടുപ്പണ പോലെ. അതേതാ അമ്മി? പിന്നെ നമ്മൾ ഇത് പഠിക്കുന്ന അച്ഛനില്ല, അതല്ലേ നമ്മള് മിഠായി തന്നിട്ട് അങ്ങനെ ഇത് അച്ഛന് വായി പോവും അല്ലമ്മേ. ഈ അക്ഷരം ഏതാന്ന് പറഞ്ഞാ മതി. അത് തായമ്മേ. ആണോ? നീ താഴെ എഴുതിക്കൊന്നു. ഇത് കൂട്ടോ? അറിയാമ നീ ഇത്രയും ദിവസം പോയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലേ? അല്ല അമ്മ ചോദിച്ചേക്ക്, നിനക്ക് ഒരു അക്ഷരം എഴുതാൻ അറിയില്ലേ?
ആമി ഇങ്ങ് നോക്കിയേ, പുള്ളിക്ക് ഒരക്ഷരം എഴുതാൻ അറിയില്ലേ? ഇങ്ങ് നോക്കിയേ, അറിയില്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യണേ? അവിടെ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഇടുക്കി കമ്മൽ പഠിച്ചു. നമ്മുടെ ചാടി എന്താ ഇടുക്കി കമ്മൽ അത് പഠിച്ചു. അത് ആമി ഇങ്ങ് നോക്കിക്കേ, അമ്മ ഒരു കാര്യം ചെയ്യട്ടെ, 1 2 ചൊല്ലിക്ക്. 1 2 3 ഇവിടെ ഇവിടെ നോക്ക്. ഇവിടെ നോക്ക്. 3 4 5 6 7 8 9 മാച്ച് 9 9 10 11 ആ 10 വരെ മതി. ഓക്കെ ഓക്കെ ഫൈൻ. അത് വിട് അത് വിട്. ഇനി 1 2 3 അല്ലേ? മാച്ച് ആ 1 2 3 അല്ലേ? 1 2 3 4 5 ഇവിടെ നോക്ക്. 7 8 9 10 യു the beach 40 അതി തൊടല്ലേ അതി തൊടല്ലേ അതി തൊടല്ലേ. വേറെ എന്നാ പഠിച്ചേ? പാട്ട് പഠിച്ചില്ലേ? ഒരു പാട്ട് പഠിക്കേ ഏതെങ്കിലും. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പണിയാണോ? ഞങ്ങളുടെ നാട്ടിലേക്ക് മുളക് പണിയാണോ? മുളക് പണി ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ മുളക് പണി ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ. വേറെ പാട്ട് ഏതാ? കയ്യില് ഞാൻ വരുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. പാട്ട് പാട. തുമ്പി കയ്യിൽ ഞാൻ വരുമ്പോ എന്റെ പാട്ട് പാടാമോ? എന്റെ പാട്ട് പാടാമോ? തിന്തിരാ തിന്തിരാ തിന്തിരാ. എന്റെ ഒരു കത്തോട് പോയി എന്നാ തുമ്പക്കുടങ്ങളിൽ പാട്. കണ്ണാന്തുമ്പി. തിത്തൈ തിത്തൈ വിൽക്കാം പുക്കു പല്ലയ്ക്കൽ മുട്ട് വിൽക്കാൻ വിൽക്കാൻ പല്ലയ്ക്കൽ എന്നെ തുള്ളാട്ടു വാവേ വാവാച്ചി. തുമ്പ് കൊളിഞ്ഞത് തുമ്പി കഴിക്കുന്ന കൂട്ടുകാരിയല്ലേ മിന്നു തീരുന്ന് നടക്കുന്ന അങ്ങനെ ചട്ടേന്റെ കൊടി. ആഹാ തിന്നണ തിന്നാന ആഹാ തിന്നണ തിന്നാന. ആ പാട്ടല്ല, തുമ്പക്കൂടങ്ങളെ തുള്ളിക്കളിക്ക പാട്ട് പാട്. തുള്ളി കളിക്കുന്ന കൂട്ടുകാരികളെ മിന്നു തിരിഞ്ഞ് പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണ് വേറെ ഇഷ്ടം. ചെങ്കിടി മുട്ടാളെ എന്റെ ബാലക്കോളബ്ബ എന്നെ തിപ്പിക്കും. അല്ലല്ല, എന്റെ ചിത്തിര കുഞ്ഞല്ലേ, എന്റെ ചിത്തി കുഞ്ഞല്ലേ എന്റെ ബാലകോളബ്ബയെ എന്നെ തിപ്പിക്കുമ്പോ പാടി എന്റെ ബാലഗോപാലനെ പാടി ചുള്ളി ഞാൻ ചൊല്ലി നാവേറരുതേ. അമ്മ പാടില്ലേ? വേറെ വേറെ കണ്ണ് കണ്ണ് വേറെ വേറെ ചങ്കരം പുള്ളു പുള്ളു നീ ഹിമാട്ട ആന ചീകം. എന്താ പേച്ചിലിട്ടെ? എടി നീ ഏതെങ്കിലും നിന്റെ കയ്യിലിരിക്കുന്ന പെൻസിൽ വെച്ച് നീ ഇപ്പൊ എഴുത്. ഒരെണ്ണം പോക്കറ്റിലില്ലേ? എടി ആമി നിനക്ക് അറിയുന്ന അക്ഷരം ഏതെങ്കിലും എഴുതടി. നീ ഇത്രയും നാളും ക്ലാസ്സിൽ പോയതല്ലേ? എടി 5-8 മാസമായാലും എടി നീ പോണു. എടി നീ അവിടെ ചെന്ന് കളി മാത്രമാണോ എടി ആമി ഉള്ളൂ? ഞാനല്ല ഉടനെ ഇങ്ങനെ ഇരിക്കുന്ന ചണത് ഇങ്ങനെ ചണത്. അപ്പൊ ഇടിച്ചിടി ഉണ്ട് ഇത് കുട്ട് അതല്ലു കുടിയിലുണ്ട്. പിന്നെ എന്നാ മൊഴിയിലുണ്ട്. പിന്നെ പിന്നെ കച്ചാറുണ്ട്. കുഞ്ഞി കച്ചാറ് പിള്ളേരിക്കണ അതുണ്ട്. അതെല്ലാം ഉള്ളു. അമ്മ അമ്മ ഇങ്ങോട്ട് വന്നില്ലല്ലോ. എടി നീ എന്നെ പഠിച്ചേന്ന് പറ. പഠിച്ചത് ഏത് ഇവിടെ എഴുത്. പഠിച്ചത് ഇവിടെ എഴുത്. എൻ്റെ ആമി നീ ഏതെങ്കിലും അക്ഷരം ഇവിടെ എഴുതിക്കേ.
ആയി. എന്നിട്ട് ആ അക്ഷരം വായിച്ചേ. ഞാനില്ലേ ഇത് കൂടെ മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നിനക്കറിയോ? ആദ്യം നീ ഒന്നെന്ന് പറഞ്ഞ് എഴുതി തുടങ്ങാം. റാ മുതൽ തുടങ്ങിയിട്ട് വേണം അത്രയും വലിയ അക്ഷരമൊക്കെ പഠിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇംഗ്ലീഷിൽ പഠിക്കാൻ, പിന്നെ വേണം ഹിന്ദി പഠിക്കാൻ. അല്ല, ഇവിടെ നീ പറ, ഇവിടെ എഴുത്. ഇത്രയൊക്കെ നീ എന്ന് പഠിക്കാൻ എൻ്റെ ആമി? അതേതാമി ആ അക്ഷരം? അത് നമ്മള് പഠിച്ചത് തായില്ലേ അത്. വേറെ അക്ഷരം ഏതാ? അതല്ല. ഇങ്ങോട്ട് അറിയുന്നത് എത്ര സ്ഥലപടി ഉണ്ടല്ലോ. അതേതാ അക്ഷരം? നമ്മള് റാ. ഇതിങ്ങനെ പഠിക്കൂലേ അത്. അതെന്നതാ? ഏയാ? അത് ഞാനാക്കൂലേ, ഞാൻ കാണിച്ചു തരാം. വെച്ചിട്ട് എന്നിട്ടില്ലേ ഇങ്ങനെ പഠിക്കാം. അതേതാ അക്ഷരം നിനക്ക് അറിയൂല അമ്മി? അതേതാ അക്ഷരം? എൻ്റെ ഈശോയെ, ഇതെപ്പോഴാടി അമ്മി ഇനി പഠിക്കണേ? എടി നിനക്ക് നീ ഏതെങ്കിലും അക്ഷരം എഴുതും. അതേതാടി അമ്മി അക്ഷരം? കൊള്ളിമിഠായി. കൊലുമിഠായി എങ്ങനെയാണ് ഇരിക്കണേ? വേറെ പടം വരച്ചേന്നാ. പടം വരയ്ക്കണേന് വല്ല ഭാവി ഉണ്ടോ നോക്കട്ടെ. അതെന്നതാ അമ്മി? ഇവിടെ ഇത്. നീ വേറെ പടം വരച്ചേന്നോ. പടം വരയ്ക്കണേലും എല്ലാം ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചാൽ മതിയാമി. അക്ഷരം പഠിക്കണം അന്ന് തന്നെ. ഗായോ? നീ റാരായൊക്കെ പഠിക്കുന്നതിന് ഗായല്ലേ പഠിച്ചേ? മൂക്ക് പഠിച്ചു. ആമി, ആമി ഇവിടെ നോക്കിക്കേ. എടി ആമി, നിനക്ക് ഏതെങ്കിലും അക്ഷരം എഴുതാൻ അറിയാവോടി ആമി? അല്ലെങ്കിൽ നിനക്ക് പടം വരയ്ക്കാനെങ്കിൽ ഇവിടെ എന്തിൻ്റെയും പടം വരച്ച് ഇഷ്ടമുള്ളൊരു പടം വരച്ച്. ഇത് കാൽ പഠിച്ച്, ഇത് പഠിച്ച്, മൂക്ക് പഠിച്ചു. അതെല്ല പൂച്ചനെ കുണ്ടി പഠിച്ച്, കാൽ പഠിച്ചു. വേറെ എന്തെങ്കിലും ഇവിടെ വരച്ച്, വേറെ പടം വരച്ചേ നീ. വേറെ പടം ഇത് കൂച്ചനെ പഠിച്ച് കയ്യില്ലേ. മിക്കി മൗസ് കണ്ടു. ഇനി അടുത്തത് വരയ്ക്കേ. ഇത് കമ്പരിപ്പാടി വാങ്ങിന്ന് പിടിക്കാന്നാലേ. ഇതെന്നാ പടാ? അത് കോളിമിഠായി പടം. ഇത്രേ അറിയോളോ? ഞാൻ എനിക്ക് വേറൊരു പാട്ട് പാടിക്കേ. ആമി ഇവിടെ നോക്കിക്കേ. ആമി ഒരു പാട്ട് പാടിക്കേ. ഇങ്ങ് നോക്കി, അമ്മയുടെ പൊന്നിങ്ങ് നോക്കി പാടിക്കേ. എന്താ തുമ്പക്കടിയിലെ പഴിയിട്ടില്ലേ നിന്റെയാണ് ചിങ്കിട് മുട്ട് ചിങ്കിട് മുട്ട് ചിങ്കിട് മുട്ട്. ജനഗണമന ഒന്ന് പാടിക്കേ. ചകമളക്ക് ചായങ്കി ചെയ്യ പാടട പാടിരി ജാഡ പച്ചാലി ചിണ്ടുളിട്ട മര ഇവിടെ നോക്കി പാടാ. ഇവിടെ നേരെ നോക്കി പാടാ. മിണ്ടിരി വാചൽ ഇനി വെങ്ക ഉച്ചല ചിലകമ പൈസോട ചാകെ പൈസൂട്ടെ യാടെ ചാടെ ചിക്കുമായി ചിക്കുമായി. ജനഗണമന മൊത്തം പാട്. നീ ജനഗണമന പാട്. എനിക്കത് എന്നാ ഒന്നും മനസ്സിലായില്ല. നീ ജനഗണമന പാടിക്കപ്പടി. മതി സംഭവം വരച്ച. നീ ഇനി പാട്ട് പാട്. ജനഗണമന പാടിക്കേ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പാട്. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാ
ടീച്ചറെ പോലെ അടിയിക്കുവാണോ? അല്ല നീ പാട്. അമ്മ ടീച്ചറാണോ? നീ പാടിക്കേ. അയ്യ നിന്റെ ടീച്ചർ നിന്നെ അടിക്കോടി? നിന്റെ ടീച്ചർ നിന്നെ അടിക്കോടി? ഈ ടീച്ചറോ? ഞാനല്ല, നിന്റെ ടീച്ചർ നിന്നെ അടിക്കോ? നോണ പറഞ്ഞാണ്ടല്ലോ. അമ്മ ടീച്ചറാണ്. ഞാനല്ലേ. അപ്പൊ ടീച്ചറാവുമ്പോ അമ്മനെ അയ്യോ എനിക്കറിയില്ല എൻ്റെ മോനെ, നിങ്ങളെയൊന്നും പഠിപ്പിക്കാം. അമ്മല്ലേ 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 ടീച്ചറാവുമ്പോ അമ്മനെ പുളിച്ചാവ അമ്മനെ ഇടിക്കും. അത് സാരമില്ല, ഇതൊക്കെ എഴുതി പഠിച്ചിട്ട് വേണ്ടേ പോലീസ് ആവാൻ. നോ പ്രോബ്ലം. ഇടിക്കണോ? നീ ഇവിടുന്ന് കൈ മാറ്റിക്കേ. എന്നിട്ട് നീ എഴുത. എടി നീ എഴുതിയില്ലെങ്കിൽ വേണ്ടില്ല, നീ ജനഗണമന പാടിക്കേ. ഇവിടെ നോക്കി പാട്. ഇവിടെ നോക്ക്. ഇവിടെ നോക്കി പാട്. ഇങ്ങ് നോക്കിക്കേ, അമ്മയുടെ പുല്ലേഞ്ഞ് നോക്കി. കുട്ടി നീ നോക്കേ. ഇന്ന് പഠിച്ചു കഴിഞ്ഞോ? വാ മതി, എടുത്തു വെക്കാം. ഇത്ര നേരം പഠിച്ചാൽ മതി ആമി. വാ, നീ ആയിട്ടൊന്നും എഴുതിയില്ലല്ലോ. വാ വാ വാ, എഴുന്നേക്ക്. വാ മതി, വാ. അത്ര പഠിച്ചാൽ മതി ആമി, എല്ലാം കൂടെ ഒറ്റ ദിവസം പഠിക്കണ്ട. ഇങ്ങ് വാ, വാ കിടന്നോ. വാ, അമ്മയുടെ പൊന്നെ ഉറങ്ങിക്കോ. വാ ആമി, വാ പിന്നെ പഠിക്കാന്ന്. ഇത് കണ്ടോണ്ടിരിക്കും. അവിടെ വെച്ചേരെ. ഇത് കണ്ടോണ്ടിരിക്കുക. കണ്ടോണ്ടിരിക്കുക. ഇങ്ങോട്ട് വാ മതിന്നേ. വാ അമ്മയുടെ സുന്ദരം. വാ, ടാറ്റ പറ. ടാറ്റാന്ന് പറ. ടാറ്റാ. ഗുഡ് നൈറ്റ്.